വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡെയിലി ബയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആൻഡ് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് ഈ ഒരു ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞാൽ ഡെയിലി ബയേഴ്സ് ആണ്. സോ എന്താണ് ഡെയിലി ബയേഴ്സ്, എങ്ങനെയാണ് ഡെയിലി ബയേഴ്സ് ട്രേഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യണത്, ആൻഡ് എങ്ങനെയാണ് ഡെയിലി ബയേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ഡെയിലി ബയേഴ്സ് എന്നുള്ള കാര്യം നോക്കാം. എന്നിട്ട് ദെൻ ചാർട്ടിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഡെയിലി ബയേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണത് ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ഡെയിലി ബയേഴ്സ്? എന്താണ് ഡെയിലി ബയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷണൽ എക്സ്പെക്ടേഷൻ ഫോർ ദ ഡേ. അതായത് ഒരു പെർട്ടിക്കുലർ ഡേ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് അത് ബുള്ളിഷ് ആയിരിക്കും ആ ഒരു ഡേ, അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കും, അല്ലെങ്കിൽ റേഞ്ചിങ് മാർക്കറ്റ് ആയിരിക്കും. അതായത് ബേസ്ഡ് ഓൺ കറണ്ട് പ്രൈസ് ആക്ഷൻ മാർക്കറ്റ് എങ്ങോട്ട് പോകാനാണ്, ഏത് ഡയറക്ഷനിലോട്ട് പോകാനാണ് ചാൻസസ് കൂടുതൽ എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി മാർക്കറ്റ് ഡയറക്ഷനാണ് ഡെയിലി ബയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ ഒരു പെർട്ടിക്കുലർ ഡേ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകാൻ ചാൻസ് ഉള്ളത്, അപ്പോൾ ആ ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് ട്രേഡ് എടുക്കുവാണെങ്കിൽ മോസ്റ്റ്ലി നമുക്കിവിടെ വിന്നിങ് പ്രോബിലിറ്റീസ് കുറച്ചുകൂടി കൂടും. അതാണ് ബേസിക്കലി ബയേഴ്സ് കൊണ്ട് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഹെൽപ്സ് യു സ്റ്റോപ്പ് ഓവർ ട്രേഡിങ് ബോത്ത് സൈഡ്സ്. അതായത് ചില സമയത്ത് നമുക്ക് ഈ ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ട്രേഡ്സ് ഫോഴ്സ് ചെയ്യണ ഒരു കാര്യം വരും. ബയാസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോപ്പർ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡയറക്ഷനിലോട്ട് ട്രേഡ് കിട്ടിയാൽ മാത്രമേ ചിലപ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ യു ആർ നോട്ട് പ്രിഡിക്റ്റിംഗ്, യു ആർ അലൈനിങ് വിത്ത് പ്രോബബിലിറ്റി. അതായത് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലോട്ട് പോകാനാണ് ഹയർ പ്രോബബിലിറ്റി ഉള്ളത്, ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ നമ്മൾ ട്രേഡ് നോക്കണമുണ്ട്. നമ്മുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ വിന്നിങ് ചാൻസ് അവിടെ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ആൻഡ് ഡെയിലി ബയേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണത്? സോ ഫസ്റ്റ് തിങ്, ഫിൽട്ടർ ബാഡ് ട്രേഡ്സ്. സോ ബാഡ് ട്രേഡ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, മോസ്റ്റ്ലി കൗണ്ടർ ട്രെൻഡ് ട്രേഡ്സ് നമുക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഡയറക്ഷൻ എഗെയിൻസ്റ്റ് പോകുന്ന ട്രേഡ്സ് നമ്മളിവിടെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വിന്നിങ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വിന്നിങ് റേഷ്യോ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതായത് ലോസ് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ കീപ്സ് യു ഡിസിപ്ലിൻഡ്. അതായത് നമ്മൾ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആക്കി ഇരുത്തുകയാണ്. ഓക്കെ, നമുക്കൊരു പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ട്, ആ ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ എന്നുള്ളൊരു ആ ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. പിന്നെ പറഞ്ഞാൽ ഹെൽപ്പ് വിത്ത് എൻട്രി കൺഫർമേഷൻ ഓഫ് ലോ ടൈം ഫ്രെയിംസ്. അതായത് നമ്മൾ നോർമലി ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിം പോയിട്ട് ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കും. ആൻഡ് ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു വരുന്ന സമയത്ത് ലോ ടൈം ഫ്രെയിമിൽ റിഫൈൻ ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ എൻട്രീസ് എടുക്കുന്നത്. പിന്നെ പറഞ്ഞത് റെഡ്യൂസസ് ഇമോഷണൽ ട്രേഡിങ്. ഈ പറഞ്ഞ പോലെ അത്ര ഇമോഷണൽ ട്രേഡിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹെൽപ്സ്. ഇപ്പോൾ ഡെയിലി ബയേഴ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്. അതായത് നമ്മൾ എന്ത് ടൈപ്പ് ട്രേഡറാണ്. ഓക്കെ, നമ്മളൊരു സ്വിംഗ് ട്രേഡറാണോ, ഡേ ട്രേഡറാണോ, സ്കാൽപ്പറാണോ, ആ ഒരു കാര്യം. അപ്പോൾ ബേസിക് ആയിട്ട് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് എടുക്കുന്ന സമയത്തും ആൻഡ് അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എടുക്കുന്ന സമയത്തും ഒരു 3 ടൈപ്പ് ട്രേഡേഴ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഒന്നൊരു കൈൻഡ് ഓഫ് 50 മിനിറ്റ് എൻട്രീസ്, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡേ ട്രേഡേഴ്സ്, സോ 5 മിനിറ്റിലൊക്കെ എൻട്രി എടുത്തിട്ട് ഒരു ഫ്യൂ അവേഴ്സ് ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ പറഞ്ഞത് സ്കാൽപ്പേഴ്സ് ആണ്. സ്കാൽപ്പേഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു 5 to 30 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും മാക്സിമം ആ ഒരു ട്രേഡിൻ്റെ ഹോൾഡിംഗ് പീരീഡ് വരണം. ഓക്കെ, സോ മോസ്റ്റ്ലി ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് ഏരിയ പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് ടൈപ്പ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടൈം ബേസ്ഡ് സ്കാൽപ്പിംഗ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ മിനിമം ഒരു 3 ടൈം ഫ്രെയിം എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഒരു ഹയർ ടൈം ഫ്രെയിം, ഒരു മീഡിയം ടൈം ഫ്രെയിം, ആൻഡ് അതുപോലെ തന്നെ ഒരു ലോ ടൈം ഫ്രെയിം. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ 4 hour 50 മിനിറ്റ് 1 മിനിറ്റ്. അതായത് ഞാൻ സ്കാൽപ്പിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. and അവിടെ ഞാൻ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്ന 4 hour ആണ്, മീഡിയം ടൈം ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത് 50 മിനിറ്റ് ആണ്, ആൻഡ് എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് ലോ ടൈം ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത് 1 മിനിറ്റ് ആണ്. ഓക്കെ, സോ നിങ്ങളൊരു ഡേ ട്രേഡർ ആണെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുക, മീഡിയം ടൈം ഫ്രെയിം ആയിട്ട് 1 hour യൂസ് ചെയ്യുക, ആൻഡ് ലോ ടൈം ഫ്രെയിം ആയിട്ട് എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് 5 മിനിറ്റ് യൂസ് ചെയ്യുക. and അതുപോലെ തന്നെ നിങ്ങളൊരു കൈൻഡ് ഓഫ് ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് വീക്ക്ലി യൂസ് ചെയ്യുക, ആൻഡ് ലോ ടൈം ഫ്രെയിം ആയിട്ട് മീഡിയം ടൈം ഫ്രെയിം ആയിട്ട് 4 hour യൂസ് ചെയ്യുക, എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് 15 മിനിറ്റ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് ടൈപ്പ് ട്രേഡറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ പറ്റുന്നത് അതിൻ്റെ ബേസിൽ മാത്രം സെലക്ട് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ബയേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 4 hour 50 മിനിറ്റ് അതുപോലെ തന്നെ 1 മിനിറ്റ്.
ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഞാനിവിടെ ഹയർ ടൈം ഫ്രെയിമായിട്ട് യൂസ് ചെയ്യണത് 4 അവർ ആണ്. ആൻഡ് അതുപോലെ തന്നെ മീഡിയം ടൈം ഫ്രെയിമായിട്ട് യൂസ് ചെയ്യണത് 15 മിനിറ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻട്രി ടൈം ഫ്രെയിമായിട്ട് യൂസ് ചെയ്യണത് 1 മിനിറ്റ് ആണ്. അപ്പോൾ ഞാനൊരു അനാലിസിസ് തുടങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കുന്ന 1 മിനിറ്റിലാണെങ്കിലും ഞാനൊരു അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം എപ്പോഴും 4 അവറിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് യൂറോ USDയുടെ 4 അവർ ചാർട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, 4 അവറിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഒന്ന് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അവറിൽ കറൻ്റ്ലി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 4 അവറിലെ സ്ട്രക്ചർ എന്താണ്, ആ ഒരു കാര്യം നോക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു 4 അവർ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ അത്ര പിറകോട്ടൊന്നും ഞാൻ പോവാറില്ല. ബട്ട് 4 അവർ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റണം ഫസ്റ്റ് മെയിൻ നോക്കുന്ന സ്ട്രക്ചറാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ നേരെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ അവിടുന്ന് പ്രൈസ് സെല്ലിലോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ട്രെൻഡ് എന്താണ് ഇപ്പോൾ? ഇവിടുത്തെ ട്രെൻഡ് ബെയറിഷ് ആണ്. ഓക്കെ, അതായത് ലോവർ ലോനെ ബ്രേക്ക് ചെയ്തു, പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ താഴോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലോവർ ലോ കിടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ കറൻറ്റ് പ്രൈസിൻ്റെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോവർ ലോയിനും ഈ ഒരു ലോവർ ഹൈക്കും ഇടയിലാണ് പ്രൈസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 4 അവർ റേഞ്ച് ഞാൻ മനസ്സിലാക്കി, ഈ ഒരു ലോയുടെയും ഈ ഒരു ഹൈയുടെ ഇടയിലാണ് പ്രൈസ് ഉള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിലാണ് പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ട്രെൻഡ് എന്താണ്? ഇവിടുത്തെ ട്രെൻഡ് ഇപ്പോൾ ബെയറിഷ് ആണ്. ഓക്കെ, 4 അവറിൽ ഞാൻ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല, ഇത്രയും സ്പെൻഡ് ചെയ്തുള്ളൂ. 4 അവറിൽ ഇപ്പോൾ അവിടെ പോകുന്നത് ബെയറിഷ് ആയിട്ടാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ട്രക്ചർ മാത്രം നോക്കി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി നേരെ നമ്മുടെ നെക്സ്റ്റ് ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യുക, അതായത് മീഡിയം ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്യും. മീഡിയം ടൈം ഫ്രെയിമിലാണ് ഞാൻ എന്ത് നോക്കണത്? ഓക്കെ, 4 അവറിൽ ഞാനീ പറഞ്ഞു, 4 അവറിൽ ജസ്റ്റ് ഡയറക്ഷൻ. ആൻഡ് 15 മിനിറ്റിലോട്ട് വരുമ്പോൾ മീഡിയം ടൈം ഫ്രെയിമിലാണ് ഞാൻ POIs മാർക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് 15 മിനിറ്റിലുള്ള PDRIs. ഇപ്പം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ബ്രേക്കർ ബ്ലോക്സ്, ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ നോക്കാം. ഓക്കെ, അതായത് ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയസ് അല്ലെങ്കിൽ ലെവൽസ് എന്ന് പറയും. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നേരെ 15 മിനിറ്റിലോട്ട് വരും. സോ 15 മിനിറ്റിൽ ഞാൻ നോക്കണത്, ഞാൻ പറഞ്ഞു POIs ആണ് ഞാൻ 15 മിനിറ്റിൽ നോക്കുന്നത്. എപ്പോഴും 3 ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യാം. ഹയർ ടൈം ഫ്രെയിമായിട്ട് 4 അവർ മീൻസ് എൻ്റെ സ്ട്രാറ്റജിയിലോട്ട് വരുമ്പോൾ ഞാനിവിടെ ഹയർ ടൈം ഫ്രെയിമായിട്ട് 4 അവർ ആണ്, മീഡിയം ടൈം ഫ്രെയിമായിട്ട് 15 മിനിറ്റ് ആണ്, എൻ്റെ എൻട്രി ടൈം ഫ്രെയിമായിട്ട് ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 15 മിനിറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ അത്ര ക്ലീൻ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇവിടെ ഞാൻ നോക്കണത് 15 മിനിറ്റിൽ ഫസ്റ്റ് നോക്കണത് 15 മിനിറ്റിലെ സ്ട്രക്ചർ എന്താണ്, ആ ഒരു കാര്യം തന്നെയാണ് നോക്കണത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു? ഇന്നത്തെ ദിവസം ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു, എൻ്റെ ഇവിടെയും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് നേരെ താഴോട്ട് പോവാണ്. ഓക്കെ, ഇവിടെ എന്താണ് എനിക്ക് കാണാൻ പറ്റില്ല, ഇവിടുത്തെ ട്രെൻഡും ബെയറിഷ് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റണം. ഓക്കെ, ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തു, ആൻഡ് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ആൻഡ് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് എന്ത് ചെയ്തു? ഇതും ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ട്രെൻഡും ബെയറിഷ് ആണ്, 15 മിനിറ്റിൽ നോക്കുമ്പോഴും ബെയറിഷ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു 15 മിനിറ്റിൽ ഈ ഒരു ബെയറിഷ് ട്രെൻഡ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഏരിയാസ് മാർക്ക് ചെയ്തു, അതായത് അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്സ്, ബ്രേക്കർ ബ്ലോക്സ്, ആൻഡ് അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് മെയിൻ കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ. ഇതെന്താണ്? ഇതൊരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇവിടെ ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് വെച്ച് മീൻസ് എൻ്റെ സ്ട്രാറ്റജിയിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് ഒരു സെൽ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ കുറച്ചുകൂടെ മുകളിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഓട്ട് ബ്ലോക്ക് ഉണ്ട്, ഇതൊരു 15 മിനിറ്റ് ഓട്ട് ബ്ലോക്ക് ആണ്. ആൻഡ് കുറച്ചുകൂടെ മുകളിൽ നോക്കുവാണെങ്കിൽ ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഇവിടെയും ഒരു 15 മിനിറ്റിൽ ഒരു ഓട്ട് ബ്ലോക്ക് കിടപ്പുണ്ട്. സോ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒന്നും കാര്യമായിട്ടില്ല, അതാണ് ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്സ് മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് കിട്ടിയാൽ മതി? ഇപ്പോൾ ഞാൻ പറഞ്ഞു 15 മിനിറ്റിലാണ് ഞാൻ POIs മാർക്ക് ചെയ്ത് വെക്കണത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 15 മിനിറ്റിൽ 3 റീസെൻറ്റ് POIs മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്രേക്കർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, തൊട്ട് മുകളിൽ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് എൻട്രി ടൈം ഫ്രെയിം മീൻസ് ഒരു 15 മിനിറ്റിലൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതൊരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്ക് ആണ്. ഇതും എന്താണ്? ഇതും ഒരു ബെയറിഷ് ഷോർട്ട് ബ്ലോക്ക് ആണ്. ഇതെന്താണ്? ഇതൊരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് ആണ്. ഇവിടുന്ന് 3 കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, ഞാൻ 3 ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു ബെയറിഷ് ബ്രേക്കർ ആണ്. ബെയറിഷ് ബ്രേക്കർ ഫോം ആയതിനു ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു സെല്ല് വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരെ മുകളിൽ പോയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു സെല്ല് വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരെ മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് സെല്ല് വരാം. ഇതിനകത്ത് ഏത് ഏരിയയിൽ നിന്നാണ് കൺഫേം ആയിട്ട് സെല്ല് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ എൻട്രി ടൈം ഫ്രെയിം യൂസ് ചെയ്യണത്. ഓക്കെ, നമുക്കൊരു എൻട്രി മോഡൽ ഉണ്ടാവും. ഓക്കെ, ആ ഒരു എൻട്രി മോഡൽ നോക്കണം. ഞാൻ ഏത് ടൈം ഫ്രെയിമിലാണ്, 1 മിനിറ്റിലാണ് ഞാൻ എൻട്രി മോഡൽ നോക്കുന്നത്. പക്ഷേ എൻ്റെ സ്ട്രാറ്റജി ടൈം ബേസ്ഡ് ആണ്. ഓക്കെ, ഞാൻ മാക്രോസിൻ്റെ അകത്ത് മാത്രമാണ് ടൈം മീൻസ് ട്രേഡ് ചെയ്യണത്. ടൈം ബേസ്ഡ് അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ ടൈം ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ആ ഒരു ടൈമിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ എൻട്രി നോക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ആ ഒരു എൻ്റെ എൻട്രി ടൈമിൻ്റെ അകത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഇനി നേരെ 1 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് 1 മിനിറ്റിലാണ് ഞാൻ എൻട്രി നോക്കുന്നത്. ഇപ്പം എന്ത് ചെയ്തു, 15 മിനിറ്റിൽ ഞാൻ POIs മാർക്ക് ചെയ്ത് വെച്ചു, ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും, നേരെ ലോ ടൈം ഫ്രെയിമിലോട്ട് വരും. അതായത് സ്റ്റാർട്ട് ഞാൻ നേരെ 1 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. 1 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ 3 ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. 3 ഏരിയാസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബാരിഷ് ബ്രേക്കർ ബ്ലോക്ക് ആണ്. ആൻഡ് ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആണ്. ആൻഡ് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഇവിടെ എനിക്ക് എൻട്രി കിട്ടണമെങ്കിൽ എൻ്റെ ഒരു എല്ലാവർക്കും എൻട്രി മോഡൽ ഉണ്ടാവും. സോ എൻ്റെ എൻട്രി മോഡൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ എനിക്കിപ്പോൾ ഒരു സെൽ എൻട്രി എടുക്കണമെങ്കിൽ, ഓക്കെ, നമ്മുടെ ബയാസ് ഇപ്പോൾ എന്താണ്, ഒരു ബെയറിഷ് ബയാസ് ആണ് നമുക്കുള്ളത്. നമ്മളവിടെ ഒരു ബെയറിഷ് PDRIs മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കിവിടെ ഒരു എൻട്രി കിട്ടണമെങ്കിൽ എനിക്കിവിടെ എന്താ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ കാണേണ്ട കാര്യം ഞാൻ ജസ്റ്റ് പറയാം. സോ ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. ബൈ സൈഡ് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ട് ഡിസ്പ്ലേസ് ചെയ്യണം. താഴോട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ എന്തായിട്ട് മാറണം, ഈ ഒരു ഏരിയ ഒരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറണം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എനിക്കൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് ഒരു സെൽ എൻട്രി ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു ഹൈയിൽ എൻ്റെ ടാർഗറ്റ് വെക്കും, സ്റ്റോപ്പ് ലോസ് വെക്കും. ഞാൻ 1:2 എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ടാർഗറ്റ് താഴെ സെറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഞാൻ എൻട്രി നോക്കുക. ഓക്കെ, എൻ്റെ കൺഫർമേഷൻ ഇവിടെ നിന്നാണ് കിട്ടണമെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടുന്ന് ഒന്നും തന്നിട്ടില്ല, ഇവിടുന്ന് പ്രൈസ് നേരെ മുകളിലോട്ട് പോകാം. നമ്മൾ ഇവിടെ എന്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുകളിൽ ഒരു ഏരിയ കൂടി ഉണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടുന്ന് പ്രൈസ് എനിക്ക് കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഇവിടുന്ന് പ്രൈസ് നേരെ മുകളിലോട്ട് പോകാം. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഇപ്പോൾ നേരെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ പോയിട്ട് ഇവിടെ എത്തി, ഈ ഒരു ഏരിയയിൽ എത്തിയെന്ന് വെച്ചു. ഇവിടെ നിന്ന് എനിക്ക് കൺഫർമേഷൻ തരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യും, സെൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഹവറിലൊരു ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. സോ 15 മിനിറ്റിലോട്ട് വന്നിട്ട് ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചുള്ള 15 മിനിറ്റിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് POIs മാർക്ക് ചെയ്ത് വെച്ചു. സോ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് യൂസ് ചെയ്യണമെങ്കിൽ 15 മിനിറ്റിൽ ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈസ് ഓൺസ് മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ബ്രേക്കർ ബ്ലോക്സ്, ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ POI ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് PDRIs ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വരുന്ന സമയത്ത് ലോ ടൈം ഫ്രെയിമിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ എൻട്രീസ് എക്സിക്യൂട്ട് ചെയ്യണത്. കുറച്ച് ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 4 അവർ 15 മിനിറ്റ് 1 മിനിറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി 1 അവർ 5 മിനിറ്റ് ഈ ഒരു ഫ്ലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റിൽ എൻട്രി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എന്ത് ചെയ്യുക, 1 ഡേ ടൈം ഫ്രെയിം യൂസ് ചെയ്യുക. മീഡിയം ടൈം ഫ്രെയിം ആയിട്ട് 1 അവർ യൂസ് ചെയ്യുക. 1 അവറിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ POIs മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് അല്ലെങ്കിൽ ലോ ടൈം ഫ്രെയിം ആയിട്ട് 5 മിനിറ്റ് യൂസ് ചെയ്യുക. 5 മിനിറ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ എൻട്രി എടുക്കുക. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫ്ലോ ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴും ഇവിടെ നിന്നാണ്, ഡെയിലി ടൈം ഫ്രെയിം എന്നാണ് നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റണേ നോക്കാം. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം എനിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റണത് ഫസ്റ്റ് നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക.
ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. ആൻഡ് ഇവിടുത്തെ സ്ട്രക്ചർ എന്തായിരുന്നു? സ്ട്രക്ചർ ബെയറിഷ് ആയിരുന്നു. ഇവിടെ നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു. അതിനുശേഷം അഗെയിൻ താഴോട്ട് വരാം. അതായത് ഇവിടുത്തെ ട്രെൻഡ് എനിക്ക് 1 അവറിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ട്രെൻഡാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ഇംബാലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു സെല്ലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു ഡെയിലി ലോ ആണ്. ജസ്റ്റ് വൺ ഡേയിൽ വന്നിട്ട് ഹൈ ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് നമ്മൾ നോക്കുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ബെയറിഷ് ആണ്. പിന്നെ എന്ത് ചെയ്യുക? നേരെ 1 അവറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. 1 അവറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 1 അവറിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ POIs അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. നമ്മുടെ ഏരിയാസ്, നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യണത് ഈ പറഞ്ഞ പോലെ ഈ ഒരു 1 അവറിലായിരിക്കും. സോ നമ്മുടെ ഫ്ലോ ഇവിടെ ഓക്കെ 1 അവറിലോട്ട് വന്നിട്ടുണ്ട്. 1 അവറിൽ വന്നിട്ട് എന്ത് ചെയ്യുക? 1 അവറിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പ്രീവിയസ് ഫ്ലോയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ 1 അവറിൽ വന്നിട്ട് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കാം. ഏതൊക്കെ ഏരിയാസ് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു കാര്യം. ഞാൻ 1 അവർ നോക്കുമ്പോൾ 1 അവറും സ്ട്രക്ചർ ബെയറിഷ് ആണ്. ഓക്കെ, ഇവിടെ നല്ലൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവറിൽ ഇപ്പോൾ ഇവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഒരു പ്രോപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽ ട്രേഡ് നോക്കാൻ പറ്റുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഇവിടെ ഒരു ലിക്വിഡിറ്റിയും കിടപ്പുണ്ട്. ഇതിപ്പോൾ നമ്മുടെ 1 അവർ FEG ആണ്, ബെയറിഷ് FEG ആണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എന്ത് നോക്കാം നമുക്ക്? ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു സെൽ ട്രേഡ് നോക്കാം. ട്രേഡ് നമ്മൾ എൻട്രി എടുക്കുന്ന എപ്പോഴും എന്തായിരിക്കും? 5 മിനിറ്റിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അതായത് ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഞാൻ 5 മിനിറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, 1 അവറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു POI, ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് റിവേഴ്സ് ചെയ്ത് വരുവാണെങ്കിൽ, അതായത് ഇന്നത്തെ ദിവസം ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് റിവേഴ്സ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയയിൽ 5 മിനിറ്റിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സെൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബയാസ് യൂസ് ചെയ്യണത്. മെയിനായിട്ട് ഈ ഒരു ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു ബയാസിലോട്ട് വരിക. അപ്പോൾ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ബയാസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലോട്ട് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റബിൾ ബ്രോക്കർ ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ അൽപ്പാരിയാണ്. ആൻഡ് അൽപ്പാരി ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട്ട് കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം റിയൽ മണി ഡെപ്പോസിറ്റ് ചെയ്യാം. എനിക്ക് ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. and അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.